ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ്. കാണുമ്പോൾ തന്നെ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പം ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2-3 വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ കൊത്തുകൊത്തായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മസാലക്കൂട്ടുകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ, ഇതൊക്കെയാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ. ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇത്. എനിക്കിതിൽ വെക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റേതിലൊന്നും വെക്കുമ്പോൾ എനിക്ക് അത്രയും ആ ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊന്ന് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ചെറിയുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഈ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴന്ന് വന്ന സവോളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അതിൻ്റെ പച്ചമണം മാറുന്നേരം വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്ന് വന്ന ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് മുളക് പൊടി 2ഉം കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സ്പൈസി തന്നെയാണ് ഈ മുളകെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ. കുറച്ച് എരിവ് വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്കൊരു 1/4 ടീസ്പൂണും ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ വന്നില്ല കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 തക്കാളിയാണ്. ഞാൻ ചെറുതായിട്ടാണ് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. പെട്ടെന്ന് വഴറ്റി എടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോ ചിക്കനാണ്. അത്രയും എനിക്ക് ഈ പാത്രത്തിൽ കൊള്ളുള്ളൂ. ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് അത്രയും ചിക്കനെ ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കുന്നില്ലേ. ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അടിക്കൊന്നും പിടിക്കാതെ. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അധികം തീയൊന്നും കൂട്ടി കൊടുത്തിട്ടില്ല.
ചിക്കൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങി. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ വേകുന്നതല്ലാണ്ട് വേറെ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. വെന്ത് വരുമ്പം ചിക്കൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഉണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇടയ്ക്കിടെ ഈ തേങ്ങാക്കൊത്തൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിക്കിട്ടണം. ഇനി തുറന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്കുവാണ്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആക്കുന്ന സമയത്തേക്ക് മോൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോന് വേഗം ദോശയും ഈ ചിക്കൻ കറിയും കൂടി ആക്കി കൊടുത്തു. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ആക്കി നോക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇതുവരെ ട്രൈ ചെയ്യാത്തവർ. താങ്ക് യു.